എല്ലാവർക്കും നഫീസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാനിന്നിവിടെ തയ്യാറാക്കുന്നത് ചിക്കൻ മുഗളായിയാണ്. അതിന് എന്തൊക്കെ സാധനങ്ങൾ വേണ്ടെന്ന് നോക്കാം. അതിന് ചിക്കന് ക്ലീൻ ചെയ്ത് വെച്ചത് 1 കിലോ ചിക്കന്, ഉള്ളി നേരിയതായി അരിഞ്ഞത് 2 ഉള്ളി, മല്ലിയില കുറച്ച്, പച്ചമുളക് 3-4, ഇഞ്ചി വെളുത്തുള്ളി 1 ടീസ്പൂൺ വീതം, തക്കാളി 1, മുളക് പൊടി 1.5 ടീസ്പൂണ്, മല്ലിപ്പൊടി 1 ടീസ്പൂണ്, ജീരകപ്പൊടി 1/2 ടീസ്പൂണ്, ഗരം മസാല 1/2 ടീസ്പൂണ്, കസൂരി മേത്തി 1 ടീസ്പൂണ്, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണ്, ബട്ടർ 2 ടേബിൾ സ്പൂണ്, ഉപ്പ് ആവശ്യത്തിന്, ഒരു മുട്ട നന്നായിട്ട് ഇങ്ങനെ അടിച്ച് പതിപ്പിച്ചത്, ഫ്രഷ് ക്രീം 1/2 കപ്പ്, കാഷ്യൂ പേസ്റ്റ് ചെയ്തത്, ഒരു 50 ഗ്രാമാണ് കാഷ്യൂ പേസ്റ്റ് ആക്കിയത്, പിന്നെ ആവശ്യത്തിന് വെളിച്ചെണ്ണ, പിന്നെ വെള്ളം 1.5 കപ്പ്. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. അതിലേക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉള്ളി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഉപ്പ് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ഇഞ്ചിയും കൂടി ചേർത്ത് വഴറ്റിയെടുക്കുക. ശേഷം തക്കാളി കൂടി ചേർത്ത് കൊടുക്കുക. എല്ലാം നന്നായിട്ട് വഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നന്നായിട്ട് മിക്സ് ആയിരിക്കുകയാണ്. ഇത് നന്നായിട്ടൊന്ന് തണിഞ്ഞതിന് ശേഷം നമ്മൾ മിക്സിയിലിട്ടിട്ട് അതൊന്ന് അരച്ചെടുക്കുക. നല്ല പേസ്റ്റ് പോലെ ഇതേപോലെ അരച്ചതിന് ശേഷം അത് ചിക്കനിലേക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ നല്ല ഒരു കട്ടിയുള്ള പാത്രം അടുപ്പിൽ വെച്ചിട്ട് അത് മിക്സ് ചെയ്ത് അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക ആവശ്യത്തിന്. അതൊന്ന് അടച്ച് വെച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കുക. ഇത് ഫ്രഷ് ക്രീം മിക്സ് ചെയ്തിട്ട് അതിലേക്ക് നമ്മൾ മുട്ട അടിച്ച് വെച്ചതും കൂടി ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ചിക്കന് നന്നായിട്ട് ഇങ്ങനെ വെന്ത് വരുന്നുണ്ട്. നന്നായിട്ടത് വെന്ത് വന്നതിന് ശേഷം അത് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഒരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ആ ബട്ടർ ചേർത്ത് കൊടുക്കാം. അതിലേക്ക് കസൂരി മേത്തി ചേർത്ത് കൊടുക്കുക. ശേഷം ജീരകപ്പൊടിയും ഗരം മസാല പൗഡറും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കനും അതിൻ്റെ ഗ്രേവിയും കൂടി ചേർത്ത് കൊടുക്കാം. നോർത്ത് ഇന്ത്യൻ ഡിഷാണ്, നല്ല ടേസ്റ്റിയാണ്. എന്തായാലും എല്ലാവർക്കും ഇഷ്ടമാകും. ആ ഗ്രേവി മൊത്തം അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കാഷ്യൂ പേസ്റ്റ് ചെയ്തത് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല ചപ്പാത്തിയുടെ കൂടെയും ഗീ റൈസിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മൂടി വെച്ചിട്ട് നന്നായിട്ട് ഗ്രേവി തിക്കായിട്ട് വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം. അതിലേക്ക് നമ്മൾ ഫ്രഷ് ക്രീമും മുട്ടയും കൂടി മിക്സ് ചെയ്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നല്ലോണം തിളക്കണം എന്നില്ല. തിള വരുമ്പം തന്നെ ഓഫ് ചെയ്തിട്ട് മല്ലിയില ചേർത്ത് കൊടുക്കുക. തിളച്ച് കഴിഞ്ഞാലും കുഴപ്പമില്ല, പക്ഷെ നല്ലോണം തിളക്കുന്നതിന് മുമ്പ് ഓഫ് ചെയ്യുന്നതാണ് നല്ലത്. നമ്മളെ ചിക്കൻ മുഗളായി റെഡി ആയിരിക്കുകയാണ്. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യുക. എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ ചോദിക്കാം.
നല്ല റെസിപ്പിയാണ്, ടേസ്റ്റിയാണ്. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷന് വേണ്ടി ബെല്ലൈക്കൺ ഓൺ ചെയ്യുക. ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് റെസിപ്പിയുമായി കാണാം.